കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. ഭാര്യയും മക്കളുമെല്ലാം ബ്ലോഗിലൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. അവരുടെ വീഡിയോകൾക്കെല്ലാം പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും അപൂർവമായാണ് കൃഷ്ണകുമാർ ബ്ലോഗ് ചെയ്യുന്നത്. മക്കളിൽ അഭിനയിക്കാതെ താരമായി മാറിയ താരമാണ് ദിയ കൃഷ്ണ. ഡാൻസ് വീഡിയോകളുമായി നേരത്തെ തന്നെ ആരാധകരെയും സ്വന്തമാക്കിയിരുന്നു. ഓർണമെന്റ്സ് ബിസിനസ്സുമായി ആക്റ്റീവാണ് ദിയയും അശ്വിനും. എഞ്ചിനീയറായിരുന്ന അശ്വിൻ അടുത്തിടെയാണ് ജോലി രാജിവെച്ച് ബിസിനസ്സിലേക്ക് ശ്രദ്ധ തുടങ്ങിയത്. ഇപ്പോൾ അവർ എംഡി ആണെന്ന് ദിയ തന്നെ പറയുന്നു. അശ്വിൻ്റെ അമ്മയെ ആൻറ്റി എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം പറഞ്ഞുള്ള ദിയയുടെ വീഡിയോ വൈറലായിരുന്നു. അമ്മായിയമ്മയെ അമ്മയെന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്നും എൻ്റെ അമ്മ സിന്ധുകൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറുമാണെന്ന് ദിയ പറഞ്ഞത്. അശ്വിൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ആൻറ്റിയും അങ്കിളുമാണ്. എൻ്റെ അച്ഛനെയും അമ്മയും അശ്വിൻ്റെ അങ്കിൾ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ അച്ഛ അമ്മ എന്നല്ല. ഓമിയുടെ കല്യാണം ഓമിയുടെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ അമ്മയെ അവർ അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ എന്തായാലും ചോദ്യം ചെയ്യും. അപ്പോൾ ഞാൻ ആരാടാ എന്ന് ചോദിക്കും. സ്വന്തം മാതാപിതാക്കളെ അല്ലാതെ മറ്റൊരാളെ അച്ഛ അമ്മയെന്ന് വിളിക്കുന്നതിനോട് താല്പര്യമില്ലെന്നാണ് ദിയ വ്യക്തമാക്കിയത്. ഇതോടെയായിരുന്നു ദിയയ്ക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയർന്നത്. പുതിയ ബ്ലോഗിനും താഴെയും ഇത്തരത്തിൽ വിമർശനങ്ങളും പരാമർശങ്ങളും ഉണ്ടായിരുന്നു. നേരത്തെ ദിയയെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ താല്പര്യമില്ല എന്നായിരുന്നു കമന്റുകൾ. ഓമിയുടെ ആദ്യ ട്രെയിൻ യാത്രാ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള ബ്ലോഗിൻ്റെ താഴെയും ദിയയുടെ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ഒരൊറ്റ വാചകത്തോടെ ഇത്രയും വെറുക്കപ്പെട്ടവളായി മാറിയത്. അശ്വിനെയും ഓമിയെയും കാണാനാണ് വീഡിയോ കാണുന്നത്. നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരെ ഒരു നാക്കിൽ നമ്മൾ പുറന്തള്ളുകയോ വിട്ടുകൊടുക്കലും അഡ്ജസ്റ്റുമൊക്കെ സ്നേഹമല്ലേ? നിലവിൽ വിവാദത്തിൽ നിന്ന് എങ്ങനെ ശ്രദ്ധ മാറ്റാമെന്നറിയാം. അതാണ് കൊച്ചിനെ വെച്ച് വീഡിയോ ചെയ്തത്. എങ്ങനെ ആളുകളെ കൂട്ടാമെന്ന ചിന്ത തുടങ്ങിയ അഭിപ്രായങ്ങൾ ബ്ലോഗിന് താഴെ വരുന്നു. സ്വന്തം തെറ്റുകൾ ദിയ ഒരിക്കലും അംഗീകരിക്കില്ല. അശ്വിനെ പോലുള്ള ബേബി ആണ് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ദിയ അത് തിരുത്തും. ഇല്ല, ബേബി എന്നെ പോലാണ്, അശ്വിനെ പോലെയല്ല എന്ന് പറയും. ഒരാഴ്ച മുമ്പ് ദിയ മാമ എന്ന് കുഞ്ഞ് വിളിക്കാൻ കുഞ്ഞിനോട് പറയുന്ന വീഡിയോ കണ്ടിരുന്നു. അപ്പ എന്നായിരുന്നു ഓമി വിളിച്ചത്. ബേബി അപ്പയെ വിളിച്ചപ്പോൾ എന്നായിരുന്നു കമന്റുകൾ വന്നപ്പോൾ. ഇല്ല, അവൻ എങ്ങനെയാണ് വിളിച്ചത്, എൻ്റെ കൊഞ്ച് എന്ത് വിളിക്കണമെന്ന് എനിക്കറിയാം, ഇങ്ങനെയാണ് ദിയ പറയാറുള്ളത്.